അസുരനായ ദാരുകൻ അസുരവംശരക്ഷകനായ കാലം. പരാക്രമിയായ ദാരുകൻ ബ്രഹ്മാവിൽ നിന്നും വരങ്ങൾ നേടി സർവ്വലോകവും അടക്കി ഭരിച്ചു. ദാരുകന്റെ ആക്രമത്തിൽ ലോകവാസികൾ ഭയചകിതരായി തീർന്നു. ഏതു വിധേനയും അസുരനെ വധിക്കുവാൻ ഏവരും ആഗ്രഹിച്ചു. പക്ഷെ വരപ്രതാപിയായ അസുരനെ വധിക്കുവാൻ ആർക്കാണ് സാധിക്കുക? ഒടുവിൽ ദേവകൾ ഇന്ദ്രദേവന്റെ നേതൃത്വത്തിൽ പരമേശ്വര സന്നിധിയിലെത്തി ദുഃഖം ബോധിപ്പിച്ചു. അപ്പോൾ പരമശിവൻ പറഞ്ഞു, ദേവകളെ, ബ്രഹ്മദേവന്റെ വരങ്ങളാണ് ദുഷ്ടനായ ദാരുകനെ ബലവാനാക്കിയത്. പക്ഷേ നിങ്ങളുടെ ദുഃഖം ഇനി അധികകാലത്തേക്കില്ല. പുരുഷനിൽ നിന്ന് മാത്രം ജനിക്കുന്ന ഒരു കന്യകയുടെ കൈകളാൽ മാത്രമേ തനിക്ക് മരണമുണ്ടാകൂ എന്ന് ദാരുകൻ ബ്രഹ്മദേവനിൽ നിന്നും വരം നേടിയിട്ടുണ്ട്. ആ അവസരമാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്. എങ്ങനെയാണ് പ്രഭു അത് സാധ്യമാകുക? പുരുഷനിൽ നിന്നും മാത്രമായ ഒരു ജീവൻ സൃഷ്ടിക്കപ്പെടുമോ? അങ്ങനെ ഒരു കന്യക പറഞ്ഞാൽ തന്നെ ശക്തയായ ദാരുകനെ നേരിടുവാൻ അവൾക്ക് സാധിക്കുമോ? ദേവകൾ ആശങ്കാകുലരായി. പരമശിവൻ പുഞ്ചിരി തൂകി. അദ്ദേഹം ദൃഢനിശ്ചയത്തോട് പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ദൈവശക്തിയിൽ നിന്ന് എന്ത് ആശങ്കാകുലരായിരിക്കുന്നു? ഇതാ പുരുഷനിൽ നിന്ന് മാത്രം ഒരു സൃഷ്ടി ഉണ്ടാകുവാൻ പോകുന്നു. അതിനുശേഷം ദേവകൾ പ്രത്യാശയോടെ നിൽക്കവേ ഭഗവാൻ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ച് ആ നിമിഷം പ്രപഞ്ചമാകെ നടുങ്ങുന്ന ശബ്ദം മുഴങ്ങി. ശബ്ദത്തിൻ്റെ പ്രതിധ്വനികൾ അടങ്ങുന്നതിന് മുമ്പായി അതിഘോരരൂപിണിയായ ഒരു കന്യക അവിടെ പ്രത്യക്ഷയായി. കറുകറുത്ത നിറം, 20 കൈകൾ, ഉദരത്തോളം നീണ്ടുകിടക്കുന്ന നാവ്, ദംഷ്ട്രങ്ങൾ. ആ ഭയാനക രൂപം ദർശിച്ച ദേവകൾ പോലും ഭയന്ന് വിറച്ചുപോയി. പിതാവെ കൽപ്പിച്ചാലും എൻ്റെ ജന്മനിയോഗം എന്താണ്? രക്തദാഹത്താൽ നാവുകൾ നനച്ചുകൊണ്ട് കന്യക ആജ്ഞയ്ക്കായി കാത്തുനിന്നു. കന്യകെ, നിന്നെ ഞാൻ ഭദ്രകാളി എന്ന് വിളിക്കുന്നു. സമസ്ത ലോകവാസികൾക്കും ഐശ്വര്യം പകരുന്ന നീ ലോകരക്ഷയ്ക്കായി ഭവിക്കും. ദുഷ്ടനിഗ്രഹവുമായി നിന്റെ നിയോഗമാണ്. മകളെ, ഇപ്പോൾ ദേവവംശത്തെ ദുഷ്ടനായ ദാരുകനിൽ നിന്നും രക്ഷിക്കുക. ശിവശങ്കരൻ കൽപ്പിച്ചു. അട്ടഹാസത്തോടുകൂടി ഭദ്രകാളി ദാരുകന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. തുടർന്ന് നടന്ന ഉഗ്ര പോരാട്ടത്തിൽ കാളി ദാരുകന്റെ ശിരസ്സറുത്തു. ദേവകൾ ആനന്ദത്താൽ ആർപ്പ് വിളിച്ചു. എന്നാൽ ഭർത്താവിൻ്റെ മൃത്യു ദാരുക പത്നിയായ മനോധരിയെ ദുഃഖത്തിലെത്തി. ദുഃഖാനുമാർത്ഥം അവൾ പിതാവായ മൈൻ്റെ നിർദ്ദേശാനുസരണം ശിവതപസ്സിൽ മുഴുകി. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭഗവാൻ അവൾക്ക് പ്രത്യക്ഷയായി. തന്നെ കുമ്പിട്ട് നിൽക്കുന്ന സ്ത്രീരത്നത്തോട് ഭഗവാൻ ചോദിച്ചു, മനോധരി, എന്താണ് നിന്റെ ആവശ്യം? ദേവ, ഭർത്തൃമരണത്തോടെ ഞാൻ അനാഥയായി മാറി. ഭർത്തൃമതിയായ സ്ത്രീക്കെന്ന നാഥൻ ഭർത്താവാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. ഏത്തിലും ഭരത്തിലും വൈധവം അനുഭവിച്ചുകൊണ്ട് ഞാനിനി എത്ര നാൾ വസിക്കും? മനോദരി ചോദിച്ചു. മയപുത്രി, നിന്റെ ദുഃഖം പരിഹാരമില്ലാത്തതാണ്. ആ ഘട്ടത്തിൽ നിന്നെ വരത്താൽ ശക്തിയാക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ ദേഹത്തിൽ നിന്ന് കുറെ വിയർപ്പ് തുള്ളികൾ വടിച്ചെടുത്ത് മനോദരിക്ക് നൽകി. അനന്തരം അദ്ദേഹം ഇങ്ങനെ അരുളി ചെയ്തു, മനോദരി, നിനക്ക് ഞാൻ സമ്മാനിച്ച ഈ വിയർപ്പ് തുള്ളികളിൽ അപാരശക്തിയുള്ളതാണ്. ഇവ ആരുടെ നേർക്കെറിയുന്നുവോ അവർ മസൂരി രോഗബാധിതരായിത്തീരും. രോഗം ബാധിച്ചവർ ആഹാര സാധനങ്ങൾ പൂജിച്ച് നിനക്ക് നൽകിയാൽ മാത്രമേ അവർ രോഗത്തിൽ നിന്നും മോചിതരാകുകയുള്ളൂ. ആ പൂജവസ്തുക്കൾ തന്നെയായിരിക്കും ഇനിമേൽ നിന്റെ ഭക്ഷണം. മസൂരി രോഗം വിതയ്ക്കുവാൻ കഴിവുള്ളവളായ നീ ഇന്നു മുതൽ മസൂരിമാലയായി അറിയപ്പെടും. ഇപ്രകാരം അരുളി ചെയ്തതിനു ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ മനോദരി മസൂരിമാലയായി തീർന്നു. അടുത്തത് ഖണ്ഡാകർണൻ ഭദ്രകാളിയുടെ മസൂരി രോഗബാധിയ കഥയാണ്. തുടരും.